ഒരു കാര്യം പറയട്ടെ. വാട്സപ്പ് മെസ്സേജസിനെ പറ്റിയാണ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ലാൻഡ് ലൈൻ ഫോൺസ് അച്ഛന്മാരൊക്കെ വീട്ടിലുള്ള സമയത്തെ നമ്മളെ ആരെങ്കിലും അജ്ഞാത ആൾക്കാരെ വിളിക്കത്തില്ലേ, ഹലോ ഹായ് പറയാനായിട്ട്. അത് ആ സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ഡയറക്ടറി ഉണ്ടാവും, അതിനകത്ത് അച്ഛൻ്റെ പേരിലായിരിക്കും ഫോൺ ഉണ്ടാവുക. ആ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് നമ്മളോട് സംസാരിക്കണം എന്നുള്ളവരൊക്കെ വീട്ടിൽ വിളിക്കും. ഒന്നല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആണ് എടുക്കുന്നതെങ്കിൽ ഡിസ്കണക്ട് ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ ദേ വിൽ സേ സം റാൻഡം തിങ്സ് ആൻഡ് സേ റോങ് നമ്പറാണെന്ന് പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. കാണുന്നിടത്തെല്ലാം വാട്സപ്പ് നമ്പർ കൊടുക്കും നമ്മളല്ലേ. സോറി, വാട്സപ്പ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ മേ ബി ഒരു അസോസിയേഷൻ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അസോസിയേഷനിൽ ചേരുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും നമ്പർ കൊടുക്കാൻ സാധ്യതയുണ്ട്. വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയൊക്കെ നമ്പേഴ്സ് അവിടെ ഉണ്ടാവും. ഇതിനകത്തെ ഒരു സ്ഥലത്ത് ഞാൻ എവിടെ എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, ഈ വാട്സപ്പ് നമ്പർ, വാട്സപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പല്ല കേട്ടോ. ഞാനൊക്കെ ഇപ്പം എന്താ പറയണത്, ഒരു ഏജ് ഹാസ് ബിക്കം, എന്താ പറയുക, ഒരു ത്രഷോൾഡ് ഏജ് കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതൊരു യങ് ആൾക്കാരുടെ ഗ്രൂപ്പ് എന്ന് വിചാരിച്ചോ. ആ കോളനിയിൽ കുറച്ച് യങ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഗ്രൂപ്പ്സിൽ നിന്ന് കുറച്ച് സ്ത്രീകളുടെ നമ്പറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആർക്കെങ്കിലും ഒരു സ്ത്രീയോട് ഒരു ചെറിയ അട്രാക്ഷൻ, ഒരു സ്ത്രീ എന്നല്ല, ചില ആളുകൾക്ക് ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞ പോലെ ഇഷ്ടമാണ് ഹലോ ഹായ് ഒക്കെ പെൺകുട്ടികളോട് പറയാനായിട്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നാറില്ല. എന്തിനാണ്? ആ പെൺകുട്ടികൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടാവില്ല. അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, കുട്ടികളുടെ കാര്യം നോക്കാനുണ്ടാവും. ഒരു 30s ഉള്ള വീട്ടമ്മയാണെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളുണ്ടാവും അവർക്ക്, അല്ലേ? അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ചെയ്ത് പിന്നെ കുട്ടികളെയും കൊണ്ടുപോയി വിട്ട് ഒക്കെ ആയിരിക്കും അവർ വരുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് റിട്ടയർമെൻ്റ് ആയ അല്ലെങ്കിൽ റിട്ടയേർഡ് ആകാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഒരു മാന്യൻ ഹലോ ഹായ് പറയുമ്പോൾ ഹായ് അങ്കിൾ എന്ന് പറഞ്ഞേക്കും അവർ, അല്ലേ? ബിക്കോസ് അവർ വിചാരിക്കുമോ നമ്മുടെ കോളനിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നവരാണ്, അപ്പോൾ ഹലോ പറയുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ച് പറഞ്ഞേക്കും. ബട്ട് ഡു യു നോ സംതിങ്, ഇങ്ങനെ പറയുമ്പോൾ അവരറിയുന്നില്ല. അതായത് ഇയാളുടെ മനസ്സിൽ അയാൾക്ക് ഇപ്പോഴും ചെറുപ്പമായിരിക്കാം, അയാൾക്ക് ഇപ്പോഴും ആ 30കളിൽ അയാൾ പോയിക്കൊണ്ടിരുന്ന അതേ സമയം തന്നെ ആയിരിക്കും ഇപ്പോഴും എന്നുള്ളൊരു ബോധത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നേ ഞാൻ പറയൂ. അവർ ഈ പെൺകുട്ടികളെയൊക്കെ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവരുടെ വിചാരം ഫ്രണ്ട്ലി ആണല്ലോ, അപ്പം നമുക്കൊരു ടൈം പാസ്സായിട്ട് അവരുടെ അടുത്ത് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ഈ വാട്സപ്പിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും നമ്പർ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. എന്തെങ്കിലും ഒരു കാര്യത്തിന് മേ ബി കുട്ടി ചിലപ്പോൾ അങ്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഇത് മേടിച്ച് വെച്ചേക്കോ, കൊറിയർ വാങ്ങിച്ചു വെച്ചേക്കോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു, ആ നമ്പർ കിട്ടും, അല്ലേ അവർക്ക്. പിന്നെ അവർ അതിനകത്തുനിന്ന് ഗുഡ് മോർണിംഗ് മോളെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് മോളെ. ഇത് തന്നെയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ മോൾ എന്നുള്ളത് മാറും, ആ കുട്ടിയുടെ പേരാകും. അപ്പോഴും ഈ കുട്ടി മാന്യത വിചാരിച്ച് ഞാൻ ഫൈൻ അങ്കിൾ എന്നെങ്ങാനും പറഞ്ഞു പോയോ, തീർന്നു. ഞാൻ പറയട്ടെ, ഞാൻ ആ സമയങ്ങളിലൊന്നും, എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞ് ഫോൺ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ചെറിയ ഫോണിൽ റാൻഡംലി എനിക്ക് കോൾസൊക്കെ വരാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കേസ് നടത്താൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കുമായിരുന്നു ആൾക്കാർ, ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ കേട്ടോ. എന്നിട്ട് അവരെ വിളിച്ചിട്ട് പറയുന്നതെല്ലാം കുറച്ച് നേരമൊക്കെ കേസിൻ്റെ കാര്യം മാത്രം പറയും, 1, 2, 3 ദിവസമൊക്കെ കേസ് മാത്രം പറയും. അറ്റ് ദറ്റ് ടൈം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനൊരു 30 വയസ്സൊക്കെ ഉള്ളപ്പോൾ സ്ട്രഗ്ലിങ് അഡ്വക്കേറ്റ് ആയിരുന്ന സമയത്ത് ഞാനാണെങ്കിൽ എല്ലാവർക്കും ആ നമ്പർ കൊടുക്കുമായിരുന്നു. അയ്യോ നമുക്ക് എന്തായാലും കേസ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. ഭയങ്കരമായിട്ട് പ്രൊഫഷണൽ കരിയർ എന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡെവലപ്പ് മൈ കരിയർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണുന്നവർക്കൊക്കെ നമ്പർ കൊടുക്കും, ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. അത് എനിക്ക് വല്ലാത്ത പാരയായിട്ടുണ്ട്. അവസാനം ഫോൺ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നോർത്ത് മുക്കി മുളിയൊക്കെ സംസാരിക്കും കേട്ടോ. ഈ ആൾക്കാരുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാർ ഓടിക്കുമ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടുപോയ അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോണ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഇങ്ങനെ കാർ ഓടിക്കുമ്പോഴേ എൻ്റെ കാറിനകത്ത് ഒരാൾ കയറി, ഒരു സീനിയറായിട്ടുള്ളൊരു മനുഷ്യൻ കയറി കേട്ടോ. അയാളുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, തമിഴ് ഒക്കെയാണ് പറയുക, നല്ലതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. കോടതിയിൽ വെച്ച് അപ്പോൾ പോകുന്ന വഴിക്കും കണ്ട് അവിടെ അവരുടെ ഓഫീസിൽ ഇറങ്ങാനാണെന്ന് പറഞ്ഞു. കുറേ നേരം ഓടിച്ചൊക്കെ പോകുമ്പോൾ നല്ല പ്രായമുണ്ട്, അച്ഛൻ്റെ പ്രായമുണ്ട്, എൻ്റെ അച്ഛൻ്റെ പ്രായം ഉള്ള ആളാണ്.
അപ്പോൾ അങ്ങേര് എൻ്റെ അടുത്ത് പറയണേ, എനിക്കൊന്ന് കാർ ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഈ കാറിൻ്റെ നീ എനിക്കൊന്ന് ഈ ഗിയർ അറ്റ്ലീസ്റ്റ് ഇടാൻ പഠിപ്പിക്കുമോ? ഗിയർ, മാരുതിയുടെ ഗിയർ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി, ഇയാളിത് ശരിയല്ല കേട്ടോ, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണോണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ഉടനെ പറഞ്ഞു, സർ இந்த വയസ്സിൽ ഗിയറെല്ലാം പോടുறதுக்கு கொஞ்சம் കഷ്ടமாக இருக்கும். ഞാൻ പറഞ്ഞത് തന്നെയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അല്ലേ അയാൾ, ഓ ശരിമാ എനിക്ക് മനസ്സിലായി കേട്ടോ, പെട്ടെന്ന് മനസ്സിലായി ദാറ്റ് ഐ എം നോട്ട് ഓഫ് ദാറ്റ് കാറ്റഗറി എന്ന്. നമ്മൾ ഈ മലയാളീസ് ആണല്ലോ ഞാൻ, അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ആക്ച്വലി 2 തിങ്സ്. ഐ നീഡ് എന്താ പറയുക, ക്ലയൻസിനെ വേണമെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഐ നീഡ് ഈ സീനിയേഴ്സിൻ്റെ ഒക്കെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുമായിരുന്നു. അതെനിക്ക് പാരയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തൊരു കഷ്ടമല്ലേ. അത് ഞാൻ അടുത്ത ദിവസവും എന്നോട് ചോദിച്ചു. അപ്പോൾ എന്താ പറയുക, ലിഫ്റ്റ് ചോദിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു വരട്ടെ, എന്താ കുഴപ്പം, നമുക്ക് കൈകാര്യം ചെയ്യാമല്ലോ, വന്നോളൂ എന്ന് പറഞ്ഞു. വന്ന് കയറിയിരുന്നു കേട്ടോ. ഭയങ്കര വയസ്സുണ്ട്, 60 വയസ്സൊക്കെ. അതേ സ്ഥലത്ത്, ഏത് സ്ഥലത്താണോ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത്, ആ സ്ഥലത്ത് എത്തിയപ്പോൾ പറയണേ, അമ്മ നേற்று நான் உங்ககிட்ட டிரைவிங் கற்று தரீங்களான்னு கேட்டேன். தப்புமா, நான் அப்படி கேட்டிருக்க கூடாது, சாரி. ഞാൻ നീ എനിക്ക് പൊണ്ണു മാതിരി താ, സോറി എന്ന് പറഞ്ഞു. അത് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കയറിയത് കേട്ടോ. അപ്പോൾ ആ തലേ ദിവസം ഞാൻ ആ പറഞ്ഞതിന് ഒരു തലേ ദിവസം ഒന്നും ഉറങ്ങിക്കാണില്ല മനുഷ്യനാണെങ്കിൽ, മേ ബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കും, ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് അതോടുകൂടി അത് തീർന്നു. സോ അത് അങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. വെറുപ്പിച്ചുമില്ല, ഒന്നുമില്ല, അപ്പോൾ അതെല്ലാം പറവല്ല സാർ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് മാറ്റി. എന്താണെന്നറിയോ, ഇവിടെ ഞാൻ എൻ്റെ കാറിൽ കയറണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ ഒരു ശത്രുവിനെ ഉണ്ടാക്കും. അവരുടെ പീർ ഗ്രൂപ്പിൽ എന്നെപ്പറ്റി എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് എനിക്കറിയില്ല. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ചില ആളുകളോട് ഞാൻ കയർത്ത് സംസാരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നോക്കാറുണ്ട്. അപ്പോഴല്ല, ഞാനൊരു 17-18 വയസ്സൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ അവർ പറയുന്ന ഇംഗ്ലീഷ് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് എന്നോട് ഒരുപാട് ദേഷ്യം ഉണ്ടായിട്ട് മനസ്സിൽ വെച്ചിട്ട് ഒരുപാട് രീതിയിൽ എന്നെ ഇങ്ങനെ അയ്യോ എന്തൊരു അഹങ്കാരി അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഞാൻ ഒരു വിധത്തിലുള്ള അഹങ്കാരം അവരോട് കാണിച്ചിട്ടില്ലെങ്കിലും ദേ യൂസ് ടു സ്പ്രെഡ് റൂമേഴ്സ് അബൌട്ട് മീ ലൈക്ക് ദാറ്റ്. ഇതെല്ലാം കഴിഞ്ഞു, കുറേ നാളുകൾ കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് റെക്കറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഈ 50, 55, 60 വയസ്സുകളിലൊക്കെ എത്തി നിൽക്കുന്ന പുരുഷന്മാരാണ് അധികവും ഇങ്ങനെ സ്ത്രീകളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് ചാറ്റ് ചെയ്യാനും ഒക്കെ. അവർക്കറിയില്ല എന്താണ് അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ഈ സിംഹത്തിനും ആനയ്ക്കൊക്കെ അവരുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവർക്കറിയില്ല അവരെ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ അവരോട് സംസാരിക്കുന്നതെന്ന്. കാരണം അവരുടെ പ്രായം കൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടികൾ സംസാരിക്കുന്നത്. അവർക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, അപ്പം നമുക്കൊന്നും ഉപദ്രവം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ സംസാരിക്കുക, അല്ലേ? എന്തിനാണ് അവരങ്ങനെ പെരുമാറുന്നതെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഒരാൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നന്നായി വായിക്കുകയും അല്ലെങ്കിൽ നന്നായി എഴുതുകയൊക്കെ ചെയ്യുന്ന പുരുഷന്മാരില്ലേ, അവരോട് സ്ത്രീകൾ പോയിട്ട് സംസാരിക്കും. കാരണം ഇഷ്ടമാണ് അവരുടെ അടുത്ത് മിണ്ടാനും, അവരെന്ത് കഥയാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ബുക്കാണ് വായിച്ചതെന്നൊക്കെ ചോദിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഈ പുരുഷന്മാർ വിചാരിക്കുന്നത് ഈ കുട്ടികൾ എന്തോ അവരെ ഒരു ആരാധന മനോഭാവമാണെന്ന്. നത്തിങ് ലൈക്ക് ദാറ്റ്. അവർക്ക് അവരുടെ അച്ഛനെ പോലെ തോന്നുന്നത് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരുപാട് പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ പുച്ഛിച്ചിട്ടുണ്ട്, എന്തിനാണല്ലേ ഇങ്ങനെ പോയിട്ട് വില കളയുന്നതെന്ന്. പലരോടും ഞാൻ പറയാനും ശ്രമിച്ചിട്ടുണ്ട്, എൻ്റെ കൊലീഗ്സിൻ്റെ അടുത്തൊക്കെ. പക്ഷേ ചില ആളുകളൊക്കെ നല്ല ആളുകളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഈ വാട്സപ്പിൽ വെറുതെ ഈ വാട്സപ്പ് നമ്പർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ എടുത്തതാണ്, എന്തോ ഒരു ഗ്രൂപ്പിൽ ചേർക്കാനും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ആ വാട്സപ്പിൽ പ്രൈവറ്റ് മെസ്സേജസ് ഇതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അങ്ങനെ നിരന്തരം മെസ്സേജ് അയക്കാൻ തുടങ്ങിയപ്പോഴേ ഇവർക്ക് അങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി. ഒന്നാമത് ഫോണിൽ ഈ പൂവും കായും ഒക്കെ അയക്കുമ്പോൾ അതിനകത്ത് ഫോൺ സ്റ്റക്ക് ആകുകയല്ലേ. പിന്നെ വോയിസ് കോൾ വിളിക്കാൻ തുടങ്ങിയിരുന്നു വാട്സപ്പിൽ. അപ്പോഴും ഈ കുട്ടി റെസ്പോണ്ട് ചെയ്തില്ല. നന്നായി അല്ലേ, റെസ്പോണ്ട് ചെയ്യാതെ ഇപ്പോൾ തന്നെ അങ്ങ് നിന്നു. ഇതാണ് ഞാൻ എല്ലാവരോടും പറയണത്. നമ്മൾ കൂടുതലും അത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഫോൺ എടുത്തു പോകും, എന്തെങ്കിലും നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണോ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ഒരു പ്രാവശ്യം എടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടോൺ മനസ്സിലായി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഒരിക്കലും അവരെ എൻ്റർടൈൻ ചെയ്യരുത്, ബ്ലോക്ക് ചെയ്തേക്കണം കേട്ടോ. കാരണം ഒരു പ്രാവശ്യം പറ്റിപ്പോവും, നമ്മൾ എടുത്തു പോകും. ചിലപ്പോൾ എന്തെങ്കിലും അറിയാതെ എങ്ങനെ വിളിച്ചാൽ വാട്സപ്പ് കോളിൽ വിളിക്കുന്നവരെ എടുക്കുകയായിരുന്നാണ് ഞാൻ പറയണത്. എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ വോയിസ് കോൾ ചെയ്യും കേട്ടോ. വോയിസ് കോൾ ചെയ്യുമ്പം ഇൻ ദ സെൻസ് സാധാരണ രീതിയിലുള്ള കോളില്ലേ, ഫോൺ കോൾസ്, മൊബൈൽ
ടു മൊബൈൽ കോൾസ്. അത് വിളിക്കാമല്ലോ, എന്തിനാണ് ഈ വാട്സാപ്പ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൻ്റർനെറ്റ് കോളിംഗ് സിസ്റ്റം എന്തിനാണ് ഉപയോഗിക്കുന്നത്. അതും ചിലപ്പോൾ വീഡിയോ കോൾസൊക്കെ വരുമ്പോൾ ഡോണ്ട് എവർ അക്സെപ്റ്റ് ഇറ്റ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. സ്ത്രീകൾക്കും ഡേഞ്ചറസ് ആണ്, പുരുഷന്മാർക്കും ഡേഞ്ചറസ് ആണ്. കാരണം ഇന്ന് ആരും മോശക്കാരല്ല, പെണ്ണുങ്ങൾ മാത്രം നല്ലവരാണെന്നൊന്നും പറയാൻ ഞാനാളല്ല. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇങ്ങനെ ഈ ഹണി ട്രാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാരെ പെടുത്താൻ ശ്രമിക്കുന്ന ലേഡീസും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ യുഗത്തിൽ ജാഗരൂകരായിരിക്കണം. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമായിരുന്നെന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്കൊരു പറ്റി. ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 5:30 മണിയാകുമ്പം വാക്കിങ്ങിന് പോകുമായിരുന്നു. മറീന ബീച്ചല്ല, ബീച്ചിൻ്റെ എക്സ്റ്റൻഷനാണ് കൊട്ടിവാക്കം ബീച്ച് എന്ന് പറയും. അത് ശ്രീനിവാസപുരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾ, തിരുവാണിയൂരിൽ. അപ്പോൾ അവിടുത്തെ ആ ബീച്ചിൽ രാവിലെ നടക്കാൻ പോകും. അപ്പോൾ ഇങ്ങനെ വാക്കിംഗ് എല്ലാവരും നടക്കുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ നടക്കാൻ വരുന്ന സമയമൊക്കെയാണ് കേട്ടോ. ഒരുപാട് പേര് വരുമായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന ഡോക്ടറുടെ ഡ്രൈവറുണ്ട്. പുള്ളിക്കാരത്തി ഡീനൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് കേട്ടോ, ഒരു യൂണിവേഴ്സിറ്റിയുടെ, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ ആ ഡോക്ടറുടെ ഡ്രൈവർ ഏതൊക്കെയോ ഗ്രാമങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർ വരിക, വന്നിങ്ങനെ. അപ്പം നമ്മളെ വിചാരിക്കും ദൈവമേ പാവം പയ്യന്മാർ വന്ന് നിന്ന് ജോലി ചെയ്യുന്നു. ഒരു 20-22 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അന്ന് എനിക്കൊരു 40 years, 38-40 വയസ്സായി കാണുമായിരിക്കും. ഞാൻ അന്ന് ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് കേട്ടോ, ഒരു കമ്പനിയിൽ. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ 8 മണിക്ക് പോകണം. അപ്പോൾ മെയ്ഡ് ഉണ്ടെന്ന് എനിക്ക്. അവർ വന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നടന്നിട്ട് വരും. സോ എവറിത്തിങ് വാസ് ഇങ്ങനെ സ്വിച്ചിട്ട പോലെയായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണെന്നറിയോ, ഞാൻ ചുമ്മാതെ വരത്തില്ല. വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ചീരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് ബീച്ചിലുണ്ടാകും. ആൾക്കാരിങ്ങനെ കൊണ്ടുവന്ന് വീട്ടിലുണ്ടാകുന്നത് കൊണ്ടുവന്ന്, ഈ ബീച്ച് പ്രോപ്പർട്ടീസൊക്കെ ഇല്ലേ, ആക്ടേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് അവിടെ. നാഗാർജുനയുടെ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതൊക്കെ വിറ്റോന്നറിയില്ല. അങ്ങോട്ട് നീങ്ങി ബീച്ച് ഹൗസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരും ഒന്നും വന്ന് താമസിക്കില്ലല്ലോ എപ്പോഴൊക്കെ. അപ്പോൾ അവരുടെ അവിടെ ഈ വാച്ച്മാൻമാർ കൃഷി ചെയ്യും. കാരണം അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണ്ട. അപ്പോൾ അതിൽ ചീരയൊക്കെ ഉണ്ടാവും. അപ്പോൾ മരുന്ന് തളിക്കാത്ത ചീരയൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എപ്പോഴും ഒരു പയ്യൻ ഇവിടെ നിന്ന് കഴുകുമെന്ന് പറഞ്ഞില്ലേ, കാറ് കഴിയുമ്പോൾ അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചിരിച്ച് സംസാരിച്ചിട്ടൊക്കെ ആയിട്ടോ പോവുക. എപ്പിടി ഇരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നടന്നങ്ങ് പോവേ. തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ചീര മേടിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയണേ, പെരിയ കീര കിട്ടക്കാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ. ഇவ்வளோ பெரிய കീര കെട്ടല്ല നിങ്ങൾ എന്നെ സേവിങ്. എന്താ ഇത്, ചീര ഒരു കെട്ട് വലുതാണെന്ന് പറയണം. ടീഷർട്ട് ഇട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അത് വേറെ ഒരു തരത്തിൽ സംസാരിച്ചതാണ് കേട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, നീ சொன்னது എനിക്ക് നല്ല പുരിഞ്ചിച്ച്, അത് ഞാൻ ചിരിച്ചൊക്കെ വന്നതാ ആ ചീരയാണെന്ന്. ഓക്കെ അങ്ങനെ പറഞ്ഞു. ഇല്ലക്കാ എന്നക്കാ ഇല്ല ഒന്നുമേ ഇല്ല, ചുമ്മാ சொன்னேன், എനിക്ക് നല്ല പുരിഞ്ചിച്ചെന്ന്. ഓക്കെ വാ എന്നിട്ട് മേലിലേക്ക് പോയി. പിന്നെ ഒന്നും പറയാൻ പോയില്ല. അടുത്ത ദിവസം മുതൽ നോ ഗുഡ് മോർണിംഗ്. അവൻ അവിടെ നിന്ന് കഴുകും, ഞാൻ എൻ്റെ പാട്ടിന് ഞാൻ പോകും. ഞാൻ അവനെ നോക്കി സ്മൈൽ ചെയ്യില്ലേ അങ്ങ് നിർത്തി. എനിക്കെന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? ഇല്ല. ഞാൻ അവനെന്തെങ്കിലും ചീത്ത പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതോടുകൂടി നിന്നു. ആരാണ് ഇതിനകത്ത് നഷ്ടപ്പെടുത്തിയത്? ആ പയ്യൻ തന്നെയല്ലേ. ഒരു ചേച്ചി ഹലോ പറയുമ്പോൾ അവന് ചിരിച്ച് സംസാരിച്ച് അവൻ്റെ അക്ക പോലെ വിചാരിച്ച പോരായിരുന്നു. ഇതാണ് ലോകം. ഇതൊക്കെ കഴിഞ്ഞു. ഇവനെ ഇതുപോലെ അവൻ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടാണെന്ന് അവനെ പറഞ്ഞു വിട്ടു. അടുത്ത ആൾ വന്നപ്പോഴും ഞാൻ അവരുടെ അടുത്ത് ഭയങ്കര അകലം പാലിച്ചു കേട്ടോ. അവൻ്റെ അടുത്ത് ഞാൻ മിണ്ടാനേ പോകാറില്ല. ഈ പയ്യൻ വെറുതെ ഇരിക്കുമ്പോൾ ഡോക്ടർ ക്ലിനിക്കിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി. തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ കളിച്ച് ഈ ബോൾ വന്ന് എങ്ങനെയെങ്കിലും അവൻ മുകളിലോട്ട് എറിയോ വീഴുകയോ ഒക്കെ ചെയ്യും. അപ്പം ഈ ടെറസ് ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലും ഏറ്റവും മുകളിൽ ഞാനത് താമസിക്കുന്നത്, എൻ്റെ കയ്യിലാണ് ചാവിയുള്ളത്. പിന്നെ ഓരോ ഓണേഴ്സിൻ്റെ കയ്യിലുണ്ട്. അവർക്കൊക്കെ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവർ തുറന്നകത്തേക്ക് കയറും. സോ എൻ്റെ കയ്യിലിരിക്കുന്ന ചാവി വന്ന് ചോദിച്ചു ഒരു ദിവസം ഈ പയ്യൻ. അവൻ ഇല്ലല്ലോ അത് തരില്ല, അല്ല എനിക്കന്ന് എടുത്തതാ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം ഞാൻ എടുത്തു തരും, നീ ഇത്രയും മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ നിനക്ക് ചാവി തരില്ല തുറക്കാനായിട്ട്. കാരണം ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ ആൾക്കാരൊക്കെ. നമുക്കറിയില്ലല്ലോ, അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വീടുകളുടെ അകത്തേക്കൊക്കെ കയറാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്, മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ അങ്ങനെ എടുത്തു കൊടുത്തു കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെയും ഇവനിത് തന്നെ അടുത്ത ദിവസം പിന്നെയും, അതായത് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ഗണിച്ചിട്ട് അവൻ അടുത്ത ദിവസവും വന്ന് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാവിയൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരെയും വിശ്വാസം ഉണ്ടായില്ല. ആ സമയത്ത് ഞാനും മോളും ഒറ്റയ്ക്കായിരുന്നു താമസിക്കുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവനായിട്ടൊരു അത്ര നല്ല സുഖത്തിലല്ലെന്ന് അവന് പറഞ്ഞു. ഞാൻ, നീ എന്താ വിചാരിക്കണേ, എപ്പോഴും വന്ന് വാതിലിൽ തട്ടിയിട്ട് ബോൾ എടുത്ത് തരാൻ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഞങ്ങൾ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞാൽ 5:30 ആകുമ്പോഴേക്കും അവൻ അങ്ങനെ വരുന്നത് എനിക്ക് ഇഷ്ടവുമായില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവനുണ്ടല്ലോ 2 ചെറിയ കുട്ടി പപ്പായ എൻ്റെ ലെറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഇവനാണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. രണ്ട് ചെറിയ കുട്ടി പപ്പായ ഇരിക്കണോ അതിനകത്ത് കേട്ടോ. ഞാനതെടുത്ത് കളഞ്ഞിട്ട് ലെറ്റർ ബോക്സ് എടുത്തിട്ട് പോയി. അപ്പോഴവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. മനസ്സിലായില്ല കേട്ടോ എനിക്ക് എന്താണെന്നൊന്നും. അടുത്ത ദിവസം ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഹീസ് ട്രൈങ് ടു എന്താ പറയുക, ഒരു ചീത്ത ഡിനോട്ടേഷൻ ആണെന്ന് തന്നെ എനിക്ക് മനസ്സിലായത് കേട്ടോ. പപ്പായസ് നമ്മൾ ലോ കോളേജിലൊക്കെ പഠിച്ചതല്ലേ. ഈ എന്താ പറയണത്, ആളുകൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അവസാനം ഞാൻ ആ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടറിന് പെട്ടെന്ന് മനസ്സിലായി. കാരണം അവർ മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളല്ലേ. അവനെ പിരിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ ഇവന് ആ ഒരു പകയുണ്ടായി കാണുമല്ലോ എൻ്റെ അടുത്ത്. ഒരു ദിവസം ഞാൻ വീടിൻ്റെ ഇങ്ങനെ ജനലുകളുണ്ട് കേട്ടോ. ആ ജനലിൻ്റെ ഇപ്പുറത്തിരുന്ന് ബുക്ക് വായിക്കുമായിരുന്നു. ഠേ എന്ന് പറഞ്ഞ ഒരു കല്ല് വന്ന് അതിൽ വന്ന് ഇങ്ങനെ തറച്ചു കൊണ്ട് ഞാൻ ഓടി പുറത്ത് വന്ന് നോക്കുമ്പോഴേക്കും ഇല്ലേ, ഈ മറ്റേ സാധനമില്ലേ ഇങ്ങനെ ഈ കാറ്റാപ്പോൾട്ട് എന്ന് പറയുന്ന സാധനം എന്താ പറയണേ മലയാളത്തിൽ എനിക്കറിയില്ല, കവണി വെച്ചിട്ട് അവനൊരു കല്ല് വെച്ചിട്ട് എറിഞ്ഞിട്ട് പോയിരിക്കുന്നു. എൻ്റെ നല്ല ഭാഗ്യത്തിന് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പുതിയ വീട് റെഡിയായി, ഞാൻ അങ്ങോട്ട് മാറി. സോ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ എത്ര പകയാണെന്ന് നോക്കൂ ഈ ഒരു കാരണം കൊണ്ട്. അപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയേ, പപ്പായ വെച്ചോ പേരയ്ക്ക വെച്ചോ അതെടുത്ത് കളഞ്ഞേക്കുക. നിങ്ങൾ ആരുടെ അടുത്തും പോയി കംപ്ലൈൻറ്റും ചെയ്യാൻ പോകണ്ട, നിങ്ങൾ ഒതുങ്ങി പോകുക എന്നാണ് ഞാൻ പറയണത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിക്കോസ് ലോകം അത്ര മോശമായിരിക്കുന്നു, അത്ര വൃത്തികെട്ട ലോകമായിരിക്കുന്നു. ആസിഡ് ഒഴിക്കുകയും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലോകം. അപ്പോൾ ചോദിക്കും ചേച്ചി നേരെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന്. ആരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരിക ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എപ്പോഴും വിവേകത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ ഒരിക്കലും ഒരാളുടെ മാർഗത്തിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ അവൻ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തതിന് അവൻ്റെ ജോലി ഞാൻ കളഞ്ഞു. വല്ല കാര്യം ഉണ്ടായോ എനിക്ക് അതിൻ്റെ അപ്പുറത്തെ വല്ല പ്രശ്നവും വന്നേനെ. ഭാഗ്യം കൊണ്ട് ഞാൻ, അല്ലെങ്കിൽ അവൻ പിന്നെയും പതുങ്ങിയിരുന്ന് രാത്രികളിലൊക്കെ പതുങ്ങിയിരുന്ന് കയറി വരാൻ പറ്റില്ല, വാച്ച്മാനും ഇതൊക്കെ ഉണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു ദിവസം അവനിങ്ങനെ തക്കം പാത്തിരിക്കില്ലേ, ആലോചിച്ച് നോക്കൂ. സോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സാമദാനദണ്ഡം ഇതെല്ലാം പരീക്ഷിച്ചിട്ടാണ് ഈ 50 വയസ്സായപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ നോളജാണോ എന്ന് എനിക്കറിയില്ല, ചെറിയ കാര്യങ്ങൾ വലിയ രൂപത്തിലും വലിയ വാക്കുകളിലും വന്നിരുന്ന് പറയുന്നത്. കാരണം എന്താ ഞാൻ പറഞ്ഞതെന്നറിയോ, ചില ആൾക്കാർ പറയാറില്ലേ ചേച്ചിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ എന്ന്. ശരിയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കേണ്ടത് തന്നെയാണ് ഇന്നത്തെ സമൂഹം കേട്ടോ. നമ്മൾ സൂക്ഷിക്കണം. ഇതുപോലുള്ള ഈ വാട്സപ്പ് മെസ്സേജസൊക്കെ നമുക്ക് വരികയാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കൂ. ഡോണ്ട് ഗോ ആൻഡ് എന്താ പറയുക കംപ്ലെയിൻ ടു ദ വൈഫ് ഓഫ് ദറ്റ് പേഴ്സൺ. അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. കാരണം ആ വൈഫിന് ഇപ്പോൾ അയാളെ കളഞ്ഞിട്ടിപ്പോൾ പോവോ ഇല്ലല്ലോ. എന്ത് കാര്യത്തിനാണ്? അവരുടെ വീട്ടിലൊരു സമാധാനക്കുറവുണ്ടാകും എന്നല്ലാതെ ഇങ്ങനെ വാട്സപ്പ് മെസ്സേജസ് ഒക്കെ അയക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ച് നമ്മൾ തന്നെ സൈലൻ്റായിട്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുക. അവരുടെ മെയിൽ ഈഗോയിനെയോ അല്ലെങ്കിൽ ചില പെൺകുട്ടികളെ ആയിരിക്കാം അവരുടെ ഒരു ഈഗോസിനെയും നമ്മൾ ഹേർട്ട് ചെയ്യാൻ പോകരുത്. നിങ്ങൾ പഴയ കാലത്ത് ഒരു കഥയില്ലേ, എന്തായിരുന്നു അതിൻ്റെ പേര്, കാറ്റത്തെ കിളിക്കൂട്. അതിനകത്ത് കണ്ടോ മോഹൻലാലിനെ പ്രേമിക്കുന്ന രേവതി മോഹൻലാൽ ശ്രീവിദ്യയായിട്ട് ഉള്ള ആ ഒരു സ്നേഹം തെറ്റിദ്ധരിച്ചിട്ട് മറ്റേ ശ്രീവിദ്യയുടെ ഭർത്താവിനെ വശീകരിക്കാൻ നോക്കുന്നതും അവരുടെ കുടുംബം തകർക്കുന്നതും മനസ്സാണിതൊക്കെ. അപ്പോൾ ആരെയും നമ്മൾക്ക് പകച്ചൊക്കെ കൂടാതെന്ന് പറയും എൻ്റെ സീനിയർ. അതുപോലെ ആരെയും നമ്മൾ വെറുപ്പിക്കണ്ട കേട്ടോ. എല്ലാവർക്കും അവരവരുടേതായ മാനസിക അസന്തുലിതാവസ്ഥകളുണ്ടാകും. ഓക്കെ, അത് നമ്മൾക്ക് നേരെ അതൊരു എന്താണ് പറയണേ ബൂമറാങ് പോലെ തിരിച്ചു വരരുത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. എനിക്കൊരു പ്രാവശ്യം സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ബി കെയർഫുൾ, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കണം കേട്ടോ. ചിയേഴ്സ്. ഇനിയൊരു
ഇനിയത്തെ യുഗം എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോഴും എല്ലാവരും വാട്സപ്പ്, വീഡിയോ കോള്, ചാറ്റിങ് ഇതെല്ലാം ചെയ്ത് ഹൈഡ് ചെയ്ത് നടക്കുന്നവരും ഒരു പക്ഷേ അവരുടെ ഫാമിലി എന്നുള്ള ഇത് വരുമ്പോൾ, അതായത് ഫാമിലിയെ സംരക്ഷിക്കണം, ഭാര്യയെ അറിയിപ്പിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ കംപ്ലൈൻറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം ഔട്ടായി പോകുന്നത്, അല്ലെങ്കിൽ അവരെ പറ്റിയായിരിക്കാം പിന്നീട് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നതും എല്ലാം. അതുകൊണ്ട് സൂക്ഷിക്കുക. മനസ്സമാധാനമാണ് എല്ലാത്തിലും വലുത് കേട്ടോ. ചിയേഴ്സ്. അപ്പോൾ എനിക്കൊന്ന് സബ്സ്ക്രൈബേഴ്സിന് കൂട്ടി തരണം കേട്ടോ. നിങ്ങൾ ആരുടെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക, അങ്ങനെ ഫോർവേഡൊക്കെ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു.